ഒറ്റപ്പെടൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒറ്റപ്പെടൽ, നെഗറ്റീവ് തോട്ട്സ്, അൺനെസസറി തോട്ട്സ്, ഇതുപോലുള്ള കാര്യങ്ങൾ. നമ്മൾ വേറൊരു കാര്യം നമുക്ക് നോക്കാം. അതായത് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്നത് പോലെ കുക്കിംഗ് എനിക്ക് ഇഷ്ടമല്ല, അറിയാനും പഠിക്കാനും താല്പര്യമില്ല എന്നൊക്കെ പറയില്ലേ. അതുപോലെയാണ് ഈ ഒറ്റപ്പെടലും നെഗറ്റീവ് തോട്ട്സ് ഉള്ള ആളുകൾക്ക്. അവർക്ക് ഇപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുൻപ് അവർക്ക് ചിലപ്പോൾ മൈൻഡ്ഫുൾനെസ്സെന്നോ പ്രെയർന്നോ മെഡിറ്റേഷനോ ഒക്കെ കേൾക്കുന്നത് പുച്ഛമായിരിക്കും. ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിവേ ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഗോൾ, പാഷൻ, പർപ്പസ്, ഡെയിലി റുട്ടീൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പരമ പുച്ഛമായിരുന്നിരിക്കും. ഒരുപക്ഷെ പുച്ഛമായിരുന്നിരിക്കും, അല്ലെങ്കിൽ അറിയില്ലായിരിക്കും, ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒറ്റപ്പെടൽ തോന്നുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് വരുന്നത് എപ്പോഴാണ്? നമുക്ക് പ്രത്യേകിച്ചൊന്നും ലൈഫിൽ ചെയ്യാനില്ലാതെ വരുമ്പോൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ലൈഫിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഉണ്ടാകാതിരുന്നത്? അതായത് നമ്മൾ ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ടായിരിക്കില്ല ജീവിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടായിരിക്കും. വേറൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവരൊക്കെ ജീവിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈമിൽ മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവർക്ക് നമ്മൾ ആവശ്യം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർ വേറെ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആളുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്യാറുണ്ട്. ഉദാഹരണം പക്ഷെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ എന്നെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ പല ആളുകളും കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ചെയ്യാതെ കുട്ടികളെ നോക്കുക, ഭർത്താവിനെ നോക്കുക, ഇതായിരിക്കും അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. ഇത് മോശപ്പെട്ടൊരു ജോലിയൊന്നുമല്ല, ഇത് വളരെ നല്ലൊരു ജോലിയാണ്. ഇനി കുട്ടികളെ നോക്കുന്ന കാര്യത്തിലോട്ട് വാ. കുട്ടികൾക്ക് ചെറുപ്പത്തിലെ അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് സ്വന്തം കാര്യം നോക്കാൻ അവർ ഏബിൾ അല്ലാത്ത കാലം വരെ അവർക്ക് അമ്മമാരെ ആവശ്യമാണ്. എന്നാൽ ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ അവർക്ക് ഫ്രണ്ട്സ്, അവർക്ക് അവരുടേതായ ഒരു ലോകം ഉണ്ടാകുമ്പോൾ അന്നേരം നമ്മൾ അവരുടെ പുറകെ വാ, ഞാൻ നോക്കാം, ഞാനല്ല ഇത്രയും കാലം നോക്കിയത്, ഞാൻ നോക്കാമെന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യമായിരിക്കും. കാരണം അവർക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ടാവുന്നില്ല, അവർക്കൊരു ഫ്രീഡം ഇല്ല, അവർക്ക് അവരുടേതായ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഭാരം പോലെയായിരിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റി കഴിയുമ്പോൾ നമ്മളൊരു വടിയും കുത്തിപ്പിടിച്ചിട്ടൊക്കെ നടക്കും. അപ്പോൾ നമുക്ക് വടി ആവശ്യമാണ്. പക്ഷെ നമ്മൾ കാലൊക്കെ ശരിയായി കഴിയുന്ന സമയത്ത് നമുക്ക് ഈ വടി ആവശ്യമില്ല, അതൊരു ഭാരമാണ്, നമ്മൾ വലിച്ചെറിഞ്ഞ് കളയും. പിന്നെയും വടിയും പിടിച്ചുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ഈ വടി നമുക്ക് ഭാരം പോലെയാണ്. അതുപോലെ ചില ആളുകൾക്ക് ഒറ്റപ്പെടലുകൾ ഉണ്ടായിരിക്കാം. അതായത് അവരവർക്ക് വേണ്ടി ജീവിക്കാതെ വേറെ ആർക്കോ വേണ്ടി ജീവിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ ആവശ്യം കഴിയുമ്പോൾ ഇവർക്ക് ഒറ്റപ്പെടലുകൾ വരും. അപ്പോൾ അതിന് കാരണക്കാർ ആരാണ്? അവർ തന്നെയാണ് കാരണക്കാർ. കാരണം അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. കാരണം ഇന്നത്തെ ഈ ഒരു നിമിഷമാണ് അവർ നോക്കുന്നത്. ഇപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു സാധനം വെച്ചിട്ടായിരിക്കും അവരൊരു കാര്യം. ഞാനിപ്പോൾ ഈ കുട്ടികളെ നോക്കുന്നത് മോശമാണെന്നോ അങ്ങനത്തെ ഒരു സാധനമല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. കുട്ടികളെയൊക്കെ നോക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ച് നാൾ കുട്ടികളെ നോക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒറ്റപ്പെടലും നെഗറ്റീവ് തോട്ട്സും എനിക്ക് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റപ്പെടലും നെഗറ്റീവ് തോട്ട്സും ഇപ്പം എന്നെ ഒന്നിനെയും കൊള്ളില്ല, ഞാൻ അത്ര പോരാ, എനിക്ക് വലിയ കഴിവില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ചെയ്യേണ്ടതായ സമയത്ത് നമ്മൾ ചിലപ്പോൾ മടി പിടിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം. അന്നേരം നമുക്ക് റിസ്ക് എടുക്കാനായിട്ട് പറ്റൂലായിരിക്കാം. നമുക്കിങ്ങനെ സുഖിച്ചിരിക്കണം എന്നായിരിക്കും നമ്മളുടെ അന്നത്തെ ആഗ്രഹം. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും എക്സ്ക്യൂസസ് ഒക്കെ കണ്ടെത്തി ഓരോന്നും ചെയ്യേണ്ടതായ സമയമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയില്ലേ, ആ സമയത്തൊന്നും ചെയ്യൂല. അന്നേരം അത് മടി പിടിച്ചിട്ടോ അറിവില്ലായ്മ കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടും അത് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ചിലർക്ക് വെറുതെ ഇരിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്തെങ്കിലും എക്സ്ക്യൂസസ് പറയാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് റിസ്ക് എടുക്കാൻ പറ്റൂല, ചിലർ വിചാരിക്കും ഞാനത് ചെയ്താൽ പരാജയപ്പെടും, എനിക്കൊന്നിനും കഴിവില്ല, ലിമിറ്റിംഗ് ബിലീഫ് കൊണ്ട് ചെയ്യാതെയൊക്കെ ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അവർ ഫ്രീ ആയതുകൊണ്ട് ഫ്രീ ആയിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുന്നത്. പക്ഷേ എല്ലാ കാലത്തും അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സമയം വരുമ്പോൾ ഇവർ ഒറ്റക്കായി പോകും. അപ്പോൾ ഒറ്റക്കായി പോകുമ്പോൾ പറയും, അയ്യോ മക്കളൊക്കെ വലുതായി, ഇപ്പോൾ അവർക്ക് വേണ്ട. അങ്ങനെയല്ല, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക എന്നുള്ളൊരു സാധനമാണ്. അല്ലാതെ അവരുടെ ലൈഫിലോട്ട് നമ്മൾ പിന്നെ വലിഞ്ഞേറി ചെല്ലേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു നമ്മളുടേതായ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ നമുക്കൊരു സ്പേസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ വെറുതെ ഇരിക്കണം എന്ന് പറഞ്ഞ് വലിഞ്ഞേറി ചെല്ലുമ്പോൾ നമ്മളവിടെ ആവശ്യമില്ലാത്ത കറിവേപ്പില പോലെയായി മാറും. അപ്പോൾ
അവനവൻ്റെ, അപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഗോള്, പർപ്പസ്, പാഷൻ, ഇങ്ങനത്തെ കുറേ വാക്കുകൾ പറഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ഒരാൾ ജീവിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കിയിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ്, ഞാൻ എൻ്റെ ലൈഫിൽ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഒരാൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കാനും പഠിക്കാനും താല്പര്യമില്ലാത്തവർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ഈ പറയുന്നവർക്കാണ് ഒറ്റപ്പെടലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് കഴിവുള്ളത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ കഴിവില്ലെങ്കിൽ എന്താണ് എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് മീനിങ് ഫുള്ളായിട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വേറൊരാളല്ല ആലോചിക്കുന്നത്. നമ്മളുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടതായ ചില സാധനങ്ങൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒറ്റപ്പെടൽ വരും, നെഗറ്റീവ് തോട്ട്സ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ ഒറ്റപ്പെടലുകളുണ്ട്, നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചുറ്റുപാടുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ടത് ഈ സ്റ്റോപ്പ് കംപ്ലൈനിങ് എന്നുള്ളൊരു സാധനമാണ്. മറ്റ് കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ നിർത്തുക. കാരണം അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ കുറ്റപ്പെടുത്തലുകളൊക്കെ നമ്മൾ നിർത്തുക. എന്നിട്ട് എന്താണ് എൻ്റെ ആക്ച്വൽ പ്രശ്നം എന്നുള്ളത് നമ്മളൊന്ന് എഴുതി നോക്കുക. എന്തൊക്കെയാണ് എൻ്റെ ഫീലിംഗ്, എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മളൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് അതിൻ്റെ നേരെ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ്, നമ്മൾക്ക് എങ്ങനത്തെ ഫീലിങ്ങിലിരിക്കാനാണ് താല്പര്യം, ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്, ഇനി ആ സൊല്യൂഷനിൽ തന്നെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ്. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യപ്പെടാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുന്നതുണ്ടായിരിക്കും. അപ്പോൾ ഈ നിമിഷത്തിൽ ഇപ്പോൾ ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സാധനത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഓരോരോ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മുന്നിൽ ആ വഴികൾ തെളിഞ്ഞു വന്നോളും. നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ചില ആളുകൾ വയസ്സായി എന്നും പറഞ്ഞുകൊണ്ടും അയ്യോ വയസ്സായി എന്ന് പറഞ്ഞിട്ട് എനിക്കിനിയും ആരോഗ്യ പ്രശ്നങ്ങളാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടും കുറേ ആളുകൾ ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുന്നുണ്ടായിരിക്കും. ഞാനങ്ങനെ എൻ്റെ ലൈഫിൽ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷേ വേറെ ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നല്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ, നന്നായിട്ട് നല്ല പ്രായമുള്ള ആളുകൾ, ഇവരൊക്കെ നല്ല ചുറുചുറുക്കോടുകൂടി ഓരോ പണികളൊക്കെ ചെയ്യുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു, വല്ല എനർജറ്റിക് ആയിട്ട് നടക്കുന്നു. അപ്പോൾ രണ്ട് കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മളുടെ അതായത് അവനവൻ്റെ ലൈഫിൽ ചെയ്യേണ്ട സമയത്ത് പലതും ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അറിയേണ്ട സമയത്ത് നമ്മൾ അറിയാൻ ശ്രമിക്കൂല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഇപ്പം നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ആളുകളെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അയ്യോ അവർക്ക് അതൊക്കെ പറ്റുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ലക്ക് ഉണ്ട്. അങ്ങനെ ശരിക്കും ആ ലക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പൊസിഷനിലോട്ട് എത്താനായിട്ട് അവർ കുറേ റിസ്ക് എടുത്തിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തത് കൊണ്ടാണ് അവർ അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഇതൊന്നും ഈ റിസ്ക് ഒന്നും എടുക്കാൻ പറ്റാത്ത ആളുകളാണ് നിന്ന് വിഷമിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറൊരാളെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യണ്ട, നമ്മളുടെ ഇത്രയും നാൾ കഴിഞ്ഞു പോയി എന്ന് ആലോചിക്കണ്ട. നമ്മളുടെ ഓരോ ഏജിലും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഏത് ഏജിലാണുള്ളത്, നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണ്, നിങ്ങളെ കൊണ്ട് ഒക്കുന്നത് എന്താണ്, ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പറഞ്ഞു തരാനും അതിലോട്ട് എത്താനും എല്ലാ സഹായങ്ങളും നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കും. താൻ പാതി ദൈവം പാതി എന്ന് പറയില്ലേ, നമ്മൾ ചെയ്യേണ്ട പകുതി നമ്മൾ ചെയ്താലേ നമുക്ക് ദൈവം പാതി എന്ന് പറയുന്നൊരു സാധനം എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ദൈവം ആദ്യം തരട്ടെ എന്നിട്ട് ഞാൻ ബാക്കി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. അപ്പോൾ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ റിസ്ക് ഒക്കെ എടുക്കണം, ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. ചില സാധനങ്ങൾ ചലഞ്ചിങ് ആയിരിക്കും, ചിലത് ബുദ്ധിമുട്ടായിരിക്കും, ചിലത് നമ്മൾ സഹായം മറ്റുള്ളവരോട് ചോദിക്കണം, മാറി നിൽക്കാൻ പറ്റൂല. നമ്മളുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം എന്നുള്ളതും നമ്മൾ പീസ്ഫുൾ ആയിട്ടിരിക്കണം എന്നുള്ളതും നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ളത് വേറൊരാളുടെ ഉത്തരവാദിത്വമല്ല, അത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് ആ രീതിയിൽ കണ്ടിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് വരണം. ഇനി ചില ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ, ലിമിറ്റിംഗ് ബിലീഫ് ആണെങ്കിൽ അതിനെങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾക്ക് സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്തെടുക്കണം, ഗോൾ സെറ്റ് ചെയ്യണം, പാഷൻ വേണം, പർപ്പസ് വേണം. ഇങ്ങനെ പേഴ്സണൽ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സകല വീഡിയോസ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ ഓരോ വീഡിയോസ് നോക്കുക. ചിലത് നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലോട്ട് എത്താൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഈ പറയുന്നത് പോലെ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ ഒരു നല്ല പ്രായത്തിൽ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു പീരീഡിൽ എനിക്ക് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് കുട്ടികളെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയും ഒരു ഗതികെട്ട ജീവിതം ജീവിക്കേണ്ട ഒരു അവസ്ഥയും ഒറ്റപ്പെടലുകളും
എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് കഴിവില്ല, എന്നെ ആർക്കും വേണ്ട, എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് ഒരു മനുഷ്യന് വരാൻ പറ്റുമോ ആ നെഗറ്റീവ് തോട്ട്സിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ ബിഗ് സീറോ ആയിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫോണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ 55 കോണ്ടാക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ചേച്ചി അങ്ങനത്തെയൊക്കെ കുടുംബക്കാരുടെ തന്നെ നമ്പറുകളായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരൊക്കെ നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അവിടെ മറുപടി ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നീ എങ്ങനെ ജീവിക്കുന്നു എന്ന് ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു എൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ പറയാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സിനെ വിളിക്കാൻ പറ്റുന്നില്ല. ഒരു പൊതു കല്യാണം, മരണം, എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെയൊന്നും പോകും. കാരണം നീ എന്ത് ചെയ്യുന്നു, നീ അങ്ങനത്തെ നമ്മളുടെ ഡീറ്റെയിൽസ് ചോദിക്കും, അതിനെന്ത് മറുപടി പറയുമെന്ന് പേടിച്ചിട്ടിരിക്കുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് വൈസ് ആണെന്നുണ്ടെങ്കിലും കണ്ടാൽ ഒരു ഗൃഹിണി പിടിച്ചിരിക്കുന്നത് പോലെയൊക്കെ വളരെ മോശം ഹെൽത്തിലും ഇമോഷണൽ ഹെൽത്ത് വളരെ മോശമായിട്ടും മെൻ്റൽ ഹെൽത്ത് വളരെ മോശമായിട്ടും ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ലാതെയും അങ്ങനത്തേക്കൊരു സമയം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആരും വന്ന് നമ്മളെ രക്ഷിക്കൂല, ദൈവം വന്ന് രക്ഷിക്കൂല, ആരും വരൂല. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ഞാൻ നല്ല സമയത്ത് ഇവർക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇപ്പം എനിക്ക് ആരും ഇല്ലല്ലോ, ആരും എന്നെ സപ്പോർട്ട് ചെയ്യണില്ലല്ലോ എന്നൊക്കെ തോന്നുന്ന സമയങ്ങളുണ്ടായിരിക്കും. നമ്മളിങ്ങനെ ഞാനിപ്പോൾ പറയുന്ന ചില സാധനങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര അയ്യോ അയ്യോ എന്ന് തോന്നുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ സംസാരിക്കുന്നത്. പക്ഷേ ലൈഫിലെ ഒരു ചില സമയത്ത് ലൈഫ് നമ്മളോട് ഫെയർ ആയിരിക്കണം എന്നില്ല, ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല, നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടണം എന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെയാണോ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാമ്പും കോണിയും കളിക്കുന്ന ഒരു സാധനം. അതായത് ലൈഫിൽ ഏത് നിമിഷവും നമ്മളെ പാമ്പും വിഴുങ്ങും, ഏത് നിമിഷവും നമുക്കൊരു കോണിയും കിട്ടും മുകളിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ആ കോണി നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കോണി വേറെ ആരും കൊണ്ടുതരൂല. അപ്പം നമ്മൾ തന്നെ ആ കോണി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പം റിസ്ക് എടുത്താൽ പിന്നീട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കഠിനാധ്വാനം ചെയ്തു, സ്മാർട്ട് വർക്ക് ചെയ്തു, നമ്മൾ കുറേ ബുക്കൊക്കെ വായിച്ചു, അതിൽ നിന്ന് അറിവുകൾ. കാരണം നമ്മൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് നമുക്ക് ആരോടും ചോദിക്കാനുണ്ടായിരിക്കൂല, എന്ത് ചെയ്യണം നമുക്കൊരു അറിവുണ്ടായിരിക്കൂല. അപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത നമ്മുടെ ചുറ്റും നിൽക്കുന്ന പരാജയപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് പറഞ്ഞു തരാനാണ്? അവരുടെ പരാജയ സ്റ്റോറി കേട്ടിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. സോ ഞാൻ അവിടെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്താവാനാണ് ആഗ്രഹം, ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് ഞാൻ ഒരുപാട് കാണുമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ ഞാൻ ചെറിയ ബുക്കുകളൊക്കെ എടുത്തിട്ട് അതിലൊക്കെ എഴുതി ഇങ്ങനെ വെക്കുമായിരുന്നു എന്തൊക്കെ ചെയ്യണം. അതിൽ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ബുക്കുകൾ വായിക്കുമായിരുന്നു. മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറേ ബുക്കുണ്ട്, പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഒരുപാട് ബുക്കുകളുണ്ട്. അന്നാണ് ഞാൻ അറിയുന്നത് ഇങ്ങനത്തെയൊക്കെ ഫീൽഡിൽ ഒരുപാട് ബുക്കുകളുണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ നമുക്ക് അറിവുകൾ പറഞ്ഞു തരാൻ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുക്സ് ഉണ്ട്, യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഇന്ന് ChatGPT ഉണ്ട്, ഇഷ്ടംപോലെ ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് ചോദിക്കാനായിട്ട്. അപ്പോൾ അത് അറിയാൻ നമ്മളുടെ അടുത്ത് വന്ന് ആരും പറഞ്ഞു തരൂല, നമ്മൾ ആസ്കണം, ആസ്ക്. അപ്പം നമ്മൾ ആസ്ക് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ വരുള്ളൂ. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് അറിയില്ല, അന്വേഷിക്കൂ കണ്ടെത്തൂ എന്ന് അറിയില്ലേ. അതുപോലെ നമുക്ക് വേണ്ടതിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് അതിലൊരു വഴി ഉണ്ടാകും. നിങ്ങളിപ്പോൾ ഏത് മോശം അവസ്ഥയിലാണെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതവസ്ഥയിലും നമുക്കൊരു വഴി ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ ഒറ്റപ്പെടുന്നതിന് കാരണം നമ്മൾ തന്നെയാണ്. നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നെഗറ്റീവ് തോട്ട്സിൽ നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ തോട്ട്സ്, ഇപ്പോഴുള്ള തോട്ട്സ് എല്ലാം എഴുതി വെക്കുക, അതിൽ ഏതൊക്കെ നെഗറ്റീവ് ആണെന്നുള്ളത് നോക്കുക, എന്നിട്ട് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ളൊരു അഫർമേഷൻ നമ്മൾ എഴുതുക. എന്നിട്ട് ഡെയിലി ഒരു 21 പ്രാവശ്യമെങ്കിലും നമ്മളത് റിപ്പീറ്റ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മളത് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മൾ നിർത്തുക. നമ്മൾ യുണീക്കാണ്, നമുക്ക് കഴിവുണ്ടെന്നുള്ളത് നമ്മളെ തന്നെ വിശ്വസിക്കുക. പിന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഇപ്പം ട്രാജഡിയൊക്കെ ആയിരിക്കും. അപ്പോൾ വേറൊരാൾ വന്നിട്ട് അയ്യോ കഷ്ടമുള്ളൂ എന്നൊക്കെ പറയുന്നതിനേക്കാളും നമ്മളുടെ അടുത്ത് തന്നെ നല്ല സെൽഫ് കമ്പാഷൻ നമ്മൾ കാണിക്കുക. നമ്മൾ സെൽഫ് ലവ് ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റും. നമ്മളുടെ ചുറ്റുപാടും എന്തെല്ലാം സ്റ്റോറീസൊക്കെ നമ്മൾ കേൾക്കുന്നു. നമ്മൾ വെറുതെ ഇരുന്നിട്ട് കുറേ ആവശ്യമില്ലാത്ത ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് സമയം കളയുന്നുണ്ട്. അതിന് പകരം നമുക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള വീഡിയോസ്, നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേഷൻസ് എടുത്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ആർക്കും ഒറ്റപ്പെടലുകളും ഉണ്ടാവില്ല, അൺനെസസറി തോട്ട്സ് ഉണ്ടായിരിക്കില്ല.